ഞങ്ങളെ ഈ പാവങ്ങളെ അവരുടെ വീടുകളിൽ താമസിപ്പിക്കാൻ ഞങ്ങൾ ഏതറ്റം വരെ സമരത്തിന് ഒരുങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ അതിന് എത്ര ജീവൻ കൊടുക്കേണ്ടി വന്നാലും, സമരമുഖത്തിൽ ഞങ്ങൾ ജീവൻ പൊലിഞ്ഞു മരിക്കേണ്ടി വന്നാലും ഈ സമരത്തിൽ നിന്ന് നീതി കണ്ടേ ഞങ്ങൾ മടങ്ങും. സർഫാസി എന്ന കൊലയാളി നിയമം റദ്ദാക്കുന്നത് വരെയും ജനങ്ങളെ പലിശയും കൂട്ടുപലിശയും ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് സാവകാശം കൊടുക്കാൻ കേരള ബാങ്ക് തയ്യാറാവുക. കേരള ബാങ്ക് ഒരു 2 മുദ്രാവാക്യം വിളിച്ച് ഞങ്ങൾ മടങ്ങിപ്പോയി എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റുപറ്റി. ഇത് നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ്. ഞങ്ങളൊരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ ജനങ്ങൾക്ക് സാവകാശം കൊടുക്കാനുള്ള ഒരു മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പ് നിങ്ങൾ അവഗണിച്ചു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട നിമിഷം നിങ്ങളെ ബാങ്കിന്റെ മുന്നിൽ ഞങ്ങൾ ആളിപ്പടരുന്ന സമരങ്ങൾ ഉയർത്തിക്കാട്ടി ഞങ്ങളുടെ നീതി ഞങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഈ കോഴിക്കോടിന്റെ മണ്ണിൽ എല്ലാ മക്കളെയും അവരുടെ വീടുകളിൽ താമസിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ബാങ്കിന്റെ മുന്നിൽ മനുഷ്യ ചങ്ങല തീർത്തുകൊണ്ട് സമരം ഞങ്ങൾ ആളിപ്പടർത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് വീണ്ടും കേരള ബാങ്കിനോട് പറയുന്നു, പലിശയും കൂട്ടുപലിശയും ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് സാവകാശം കൊടുക്കുക. അതല്ല നിങ്ങൾ വെല്ലുവിളിക്കാനാണ് തീരുമാനമെങ്കിൽ ഞങ്ങളുടെ ജീവൻ പോയാലും ഞങ്ങൾ ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഈ സമരം മാളിക്കടത്തുക തന്നെ ചെയ്യും എന്നീ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് മറ്റു പലരും സംസാരിക്കാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നന്ദി.